നിഫ്റ്റിയിൽ അനാലിസിസ് ചെയ്യുകയാണ് നാളത്തേക്ക് വേണ്ടി. അത് നാളെ ജൂലൈ 7, 2025 വേണ്ടി നമ്മൾ അത് ഈ മന്ത്ലി അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുന്നത് മന്ത്ലി അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ മാർക്കറ്റ് ആണെങ്കിൽ ഒരു ഡെയിലി റേഞ്ച് തിയറി നമ്മളെടുത്ത് വെച്ച് ഇത് വരയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു പ്രീമിയത്തിലാണ്. അത് മോസ്റ്റ് പ്രീമിയത്തിലാണ്. അത് നല്ല രീതിയിൽ മാർക്കറ്റ് കയറി കിടക്കുവാണ്. ആ 0.75 1 ഇടയിലാണ് മാർക്കറ്റ്. അവിടെ നിന്ന് താഴേക്ക് വരാം, ഒരു റീട്രേസ്മെന്റ് കിട്ടാം. നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് മാർക്കറ്റിന്റെ ആണെങ്കിൽ ആ ഒരു ഡീലർ റേഞ്ച് തിയറി എന്ന് പറഞ്ഞാൽ 0.25, 0.5, 0.75 വരെയാണ്. അതിന്റെ 0.5 മേലിലുള്ളത് പ്രീമിയവും 0.5 താഴെ ഉള്ളത് ഡിസ്കൗണ്ടുമാണ്. ഞാൻ പ്രീമിയത്തിൽ സെല്ല് ചെയ്യുകയും ഡിസ്കൗണ്ടിൽ ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്കറിയാലോ, പി എ നമ്മൾ ബൈ ചെയ്യുകയും ബയേഴ്സ് ആകുമ്പോൾ, അതുപോലെ സി എ ബൈ ചെയ്യുക എന്ന് പറയുമ്പോൾ, അതായത് പ്രീമിയത്തിൽ ഡിസ്കൗണ്ടിൽ ബൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ സി എ നമ്മൾ ബൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഡീനറേജ് തിയറിക്കകത്ത് നോക്കിയിട്ട് മാർക്കറ്റിനെ ഇങ്ങനെ വീക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വീക്കിലേക്ക് അപ്പിക്കിടന്ന മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഇങ്ങനെ താഴേക്ക് ഉണ്ടാക്കി നിന്ന് ഒരു പുൾ ബാക്ക് കിട്ടി, വീണ്ടും ഒരു താഴേക്ക് വന്ന് വീണ്ടും ഒരു പുൾ ബാക്ക് കിട്ടിയിട്ട് വീണ്ടും അല്ലെങ്കിൽ ആ സ്ട്രക്ചർ ആണെങ്കിൽ ചേഞ്ച് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യുകയാണ് അവിടെ നിന്ന്. കണ്ടോ, ആ വീക്കിലി ആണെങ്കിൽ അവിടെ നിന്ന് ഇടിഞ്ഞുകൊണ്ടിരുന്ന മാർക്കറ്റ് ഒരു ഹൈ കാണിച്ചു, ഒരു ഗ്രോയിലേക്ക് കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു മാർക്കറ്റ് ആണെങ്കിൽ ഷിഫ്റ്റ് തന്നെ സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നേക്കാണ് അവിടെ വരുന്നത്. ഈ സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നേക്കുന്ന മാർക്കറ്റിൽ ഇനി മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വീക്കിലി ഉള്ള അനാലിസിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ സ്ട്രക്ചർ ഷിഫ്റ്റിനെ നമ്മൾ ഇനി വെച്ചിട്ട് അടുത്ത നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഡേയിലേക്ക് ചേഞ്ച് ചെയ്യണം. ഡേയിലേക്ക് ചേഞ്ച് ചെയ്ത് നോക്കുന്നതിന് മുമ്പാണ് മാർക്കറ്റ് ഇപ്പൊ ഇങ്ങനെ ഒരു ബിഹേവിയർ ഇരിക്കുവാണല്ലോ. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ ബിഹേവിയർ നിൽക്കുമ്പോഴത്തേക്ക് ഇപ്പോഴും മാർക്കറ്റ് നിൽക്കുന്ന എവിടെയാണ് നിൽക്കുന്നത്? മോസ്റ്റ് പ്രീമിയത്തിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഡേയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിന്റെ ഇതെല്ലാം കളയട്ടെ, നമ്മൾ ഈ റേഞ്ച് നോക്കാൻ ഉപയോഗിച്ച ടൂളെല്ലാം കളയാം. ഓക്കെ, നമുക്കിപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നതെന്ന് പറയുന്നത് ഡീലർ റേഞ്ച് ഹൈയുടെ 1-ന്റെയും 0.75-ന്റെയും ഇടയിലാണെന്ന് നമുക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ആ 1 അവറിൽ ഡെയിലി നമുക്കൊന്ന് നോക്കാനില്ല, നമുക്ക് 4 അവറിലേക്ക് ഒന്നും കൂടെ നോക്കാം. 4 അവറിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റ് വീണ്ടും അപ്പ് എത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ 4 അവർ ഡീലിംഗ് റേഞ്ച് തിയറിയുടെ ഉള്ളിൽ, അതായത് ഇതാണെന്ന് നോക്കാം, ഇവിടുന്ന് മാർക്കറ്റ് കയറിപ്പോയ മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഒരു പുൾ ബാക്ക് കിട്ടി, വീണ്ടും മാർക്കറ്റ് ആണെങ്കിൽ ഒരു ഇത് വന്ന് ഒരു ലോ എടുത്ത് ഹൈ ആയിട്ടാണെങ്കിൽ മാർക്കറ്റ് ആണെങ്കിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഈ ഒരു രീതിയിൽ മേളിലേക്ക് കയറി എന്നിട്ടൊരു പുൾ ബാക്കിൽ ഇപ്പൊ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മാർക്കറ്റ് പുൾ ബാക്ക് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റും തന്നിട്ടുണ്ട്. താഴോട്ട് വന്ന മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് എടുത്തിട്ട് പിന്നെ മേളിലോട്ട് കയറാൻ വേണ്ടി ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്, ഇവിടെ റേഞ്ച് കാണിച്ചിട്ട് ഒരു മേലെ വന്നതിന് ശേഷം താഴേക്ക് വന്ന മാർക്കറ്റ് വീണ്ടും സ്ട്രക്ചർക്ക് മേളിലേക്ക് അപ്പ് മൂവ്മെന്റിലേക്ക് നിന്ന മാർക്കറ്റാണ്. അവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ഇതെല്ലാം ഡിലീറ്റ് ആക്കാം. അടുത്ത നമ്മൾ 1 അവറിലേക്ക് ചേഞ്ച് ചെയ്യാം. 1 അവറിലേക്ക് നമുക്ക് മാർക്കറ്റിനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് ഒരു മാർക്കറ്റിന്റെ 6 ഇങ്ങനെ എന്താ ഒരു റേഞ്ച് ഉണ്ട്, മേളിൽ വന്ന് താഴോട്ടെടുത്ത് മേളിൽ വന്ന് താഴോട്ടെടുത്ത് ഇങ്ങനെ മാർക്കറ്റ് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിൽക്കുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റ് ആണെങ്കിൽ ഒന്ന് അടുത്തൊരു റേഞ്ചിൽ പുൾ ബാക്കിലേക്ക് നിൽക്കുകയാണ്. നോക്കാം, അതായത് നമ്മൾ ഡീലർ റേഞ്ച് തിയറി ഈ 1 അവറിന്റെ നമ്മൾ നോക്കുമ്പോൾ 1 അവറിന്റെയും കൂടെ ഞാൻ ഡീലർ റേഞ്ച് തിയറി നോക്കുവാണ്. ഡീലർ റേഞ്ച് തിയറി എന്ന് പറയുമ്പോൾ തന്നെ മാർക്കറ്റിലെ ഒരു 0 to 1 മുതൽ എടുക്കുമ്പോൾ അതിനകത്ത് എത്ര പെർസെൻറ്റേജ് മാർക്കറ്റ് നിൽക്കുവാണെന്ന് അറിയുന്ന സാധനം. അപ്പൊ ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് പ്രീമിയത്തിലാണ്. ആ 1 അവറിൽ ഈ 1 അവറിന്റെ മുകളിലേക്ക് കയറുവാണെങ്കിൽ മോസ്റ്റ് പ്രീമിയം ആണ്. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആണെങ്കിൽ സെല്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പി അതിന്റെ മാർക്കറ്റ് കൂടെ പോകാൻ വേണ്ടി നമ്മൾ പി ആണെങ്കിൽ ബൈ ചെയ്യും. നമ്മൾ 15 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നുകൂടെ ചെയ്യാം. ഒന്ന് 1 അവറിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ച് വന്ന് നോക്കട്ടെ.
1 അവറിലേക്ക് തിരിച്ച് ഇനി ഇതാക്കിയിട്ട് നമ്മുടെ അവിടെ എന്തൊരു ഓർഡർ ബ്ലോക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ. ഈ 1 അവറിൽ നമുക്ക് ഒരു രണ്ട് ഓർഡർ ബ്ലോക്ക്, ഒന്നെന്ന് പറയുന്നത് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു എന്ന് വെച്ചാൽ മോസ്റ്റ് ഓർഡർ ബ്ലോക്കാണ്. ഈ ഓർഡർ ബ്ലോക്കിൽ എത്തുമ്പോഴത്തേക്ക് മാർക്കറ്റ് മസ്റ്റ് ആയിട്ടും താഴേക്ക് വരാനാണ് ഒരു 90% പ്രോബബിലിറ്റി കൂടുതൽ. മാർക്കറ്റ് ഈ ഇപ്പം കിടക്കുന്ന ആ ചെറിയ ഗ്രോത്തിൽ നിന്ന് കയറി പോകുമ്പോഴത്തേക്ക് മേലോട്ട് വരാം. കാരണം ഇവിടെ 1 അവറിന്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഡൗൺ ഉണ്ട്. എന്നിട്ടാണ് ഈ മാർക്കറ്റ് നോക്കി നല്ലൊരു ഡിസ്പ്ലേസ്മെന്റ് താഴേക്ക് കഴിച്ചു. അപ്പൊ ഈ മാർക്കറ്റ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ട് ഇങ്ങനെ ആണെങ്കിൽ സിക്സാഗ് വെയിൽ ഇങ്ങനെ പൊയ്ക്കോണ്ടിരുന്നതാണ്. മാർക്കറ്റ് ടേൺ ചെയ്ത് ബ്രേക്ക് ആയി. സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ഷിഫ്റ്റ്, സ്ട്രക്ചർ ബ്രേക്ക് ആണ് സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. സ്ട്രക്ചർ ഷിഫ്റ്റ് തന്ന മാർക്കറ്റ് പിന്നെ അങ്ങനെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ താഴത്ത് നിന്ന് അതോട്ട് ഇതാകും. പക്ഷേ മാർക്കറ്റിനകത്ത് ഈ വ്യൂ ഉണ്ട് നമ്മൾ നോക്കാം. ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു മോഡലിൽ മാർക്കറ്റ് ഇങ്ങനെ പൊയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ പോകുന്ന മാർക്കറ്റിൽ നമുക്കറിയാം മാർക്കറ്റ് എന്തായാലും ഒരുപോലെ ഇങ്ങനെ ഒറ്റ ഇതിൽ പോകത്തില്ലല്ലോ. താഴ്വരും മേലുവരും, താഴ്വരും മേലുവരും, അങ്ങനെയാണല്ലോ പൊയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് ഇനി എവിടെ ഓപ്പർച്യൂണിറ്റീസ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നോക്കുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റീസിലാണ് വീണ്ടും ഒരു ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ 1 അവറിൽ നമുക്ക് എടുക്കുമ്പോൾ കാണാൻ പറ്റും. നോക്കണം, ഇവിടെ ഒരു സ്ട്രക്ചർ സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഒരു ക്യാൻഡലിനെ ആ റെഡ് ക്യാൻഡലിനൊന്ന് സ്വീപ്പ് നടന്നില്ലേ, നടന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 1 അവറിന്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഡൗൺ സൈഡിലേക്ക് ഇതാ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് ആണ്ട് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഇവിടെ നടന്നിട്ടുണ്ട് അല്ലേ, നടന്നിട്ടുണ്ട്. ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഇവിടെ നടന്നിട്ടുണ്ട്. ഈ സ്ട്രക്ചർ ബ്രേക്ക് നടന്നിട്ടുകൊണ്ട് 1 അവറിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി. നമുക്കത് ആ 1 അവറിന്റെ ഓർഡർ ബ്ലോക്ക് ഇവിടെ വരണം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് താഴേക്ക് വീഴാം. ഞാൻ ഒരു എൻട്രി അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ മാർക്കറ്റ് ഇങ്ങനെ കിടക്കുന്ന കാരണം പ്രീമിയത്തിന്റെ ആ ഒരു ലെവൽ എത്തുമല്ലോ. നമ്മുടെ ഒരു പ്രീമിയത്തിന്റെ ലെവൽ എത്തുമ്പോഴത്തേക്ക് ഈ 0.25-നും ആ 0-യിലും ഇടയിലുള്ള ഗ്യാപ്പിൽ എവിടെ മാർക്കറ്റിൽ എത്തിയാലും ഞാൻ അവിടുന്ന് സെല്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സെല്ല് ചെയ്ത് എന്റെ ടാർഗറ്റ് ഒക്കെ ഞാനിപ്പോൾ പറയാം എങ്ങനെയാണെന്നുള്ളത്. അതായത് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ഈ 15 മിനിറ്റിന്റെ ബ്ലോക്ക് ചാർട്ടിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു സെല്ലിംഗ് മൂവ്മെന്റിലാണ് എന്റെ കൺസെപ്റ്റ്. മാർക്കറ്റിനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എടുത്ത 104 പോയിന്റ് ഫ്യൂച്ചർ ചാർട്ടിൽ നമുക്ക് സെല്ലിംഗ് എടുക്കാം. പക്ഷെ 104 പോയിന്റ് എന്ന് പറയുമ്പോൾ അത് പ്രീമിയം ചാർട്ടിൽ അറ്റ് ദ മണിയിലാണെങ്കിൽ ഒരു 65 പോയിന്റോളം ആവറേജ് നമ്മൾ എസ് എൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ലോട്ട് സൈസ് വളരെയധികം കുറയ്ക്കണം. ഞാൻ ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എൻട്രി ആണെങ്കിൽ എൻ്റെ ലോട്ട് സൈസ് ഞാൻ എടുക്കുന്നതിനെക്കാട്ടും പകുതിയിലേക്കായിരിക്കും ലോട്ട് സൈസ് എടുക്കുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ 10 ലോട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ 5 ലോട്ടിലായിരിക്കും ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്, എൻട്രി എടുക്കാൻ പോകുന്നത്. ടാർഗറ്റ് ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യും. ഈ 0.5 എന്ന് പറയുന്ന ആ കാണുന്ന റേഞ്ചിനകത്ത് 180 പോയിന്റ് പിടിക്കാൻ പറ്റുന്നതോടെ ഞാൻ പിടിക്കുന്നു. അത് 90 പോയിന്റ്. അപ്പൊ എൻ്റെ ഒരു റിസ്ക് റിവാർഡ് 1:1.5 ആണ്. 65 പോയിന്റോളം ഞാൻ എസ് എൽ കൊടുത്തുകൊണ്ട് 90 പോയിന്റ് സംതിങ്, 90 ആയിരിക്കില്ല അവിടെ വരുമ്പോൾ ഡെൽറ്റയും തീറ്റയും അതിലേക്ക് ഒരു പ്രവർത്തനം കൊണ്ട് 90 സംതിങ് ഒരുപാട് മാറിപ്പോകും. ഇനി ഞാൻ അവിടെ ഒരു എൻക്രോച്ച്മെന്റ് മെത്തേഡ് അനുസരിച്ച് ഞാൻ എൻട്രി എടുക്കുകയാണെങ്കിൽ ആ എൻ്റെ 1 അവർ ഓർഡർ ബ്ലോക്കിന്റെ കറക്റ്റ് മിഡിൽ പകുതി ഭാഗത്ത് നിന്ന് ക്യാനിൽ എത്തിയാൽ ഞാനാണെങ്കിൽ നേരത്തെ എടുത്ത് ഇവിടുന്ന് എനിക്കൊരു എൻട്രി കിട്ടുവാണെങ്കിൽ ഞാൻ പകുതിയായിട്ട് എടുത്തിട്ടുള്ളൂ താഴെ ഭാഗത്ത് നിന്ന്. ആ ഓർഡർ ബ്ലോക്കിൽ നിന്ന് എനിക്ക് മേളിലോട്ട് മിഡ് റേഞ്ചിലേക്ക് ചാനൽ കയറി പോയി മാർക്കറ്റ് ഇവിടെ എത്തുമ്പോൾ ഞാൻ എൻ്റെ ഓർഡർ 10 ലോട്ട് എടുക്കേണ്ട 5 ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. 5 ലോട്ടും കൂടെ ഞാനാണെങ്കിൽ പഞ്ച് ചെയ്യും. അങ്ങനെ എൻ്റെ 10 ലോട്ട് ഞാൻ അവിടെ പഞ്ച് ചെയ്യും. 10 ലോട്ട് ഞാൻ അവിടെ പഞ്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ റിസ്ക് റിവാർഡ്, ആ ഭാഗത്തെ റിസ്ക് റിവാർഡ് 51.9 പോയിന്റ്, 52 പോയിന്റ്, ഒരു 32ഓളം പോയിന്റ് ഉണ്ട്. അടുത്ത മണിയിൽ പ്രീമിയം ചാർട്ടിൽ 32ഓളം പോയിന്റ് ഞാൻ എസ് എൽ അവിടെ കീപ്പ് ചെയ്യും. എസ് എല്ലിനെ കീപ്പ് ചെയ്യും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എസ് എല്ലിനെ കീപ്പ് ചെയ്യുന്ന ഈ ഒരു ഇത് ഞാൻ എസ് എൽ അടിക്കുവാണെങ്കിൽ ഞാൻ അവിടെ അടിച്ചിട്ട് കൂളായിട്ടിരിക്കും. അടുത്ത ദിവസം എസ് എൽ അടിച്ചില്ലെങ്കിൽ എൻ്റെ ടാർഗറ്റ് പോയിന്റ് ഉണ്ടോ, അവിടെ നിന്ന് എടുക്കുന്നതിന് 207 പോയിന്റ്, ഒരു 120 130 പോയിന്റോളം, 130 അല്ല അടിച്ചേക്ക് വന്ന ഒരു 130 പോയിന്റോളം എനിക്ക് ടാർഗറ്റ് എടുക്കാൻ പറ്റും. അവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വീഴുകയാണ്. എന്നിട്ട് അവിടുന്ന് മാർക്കറ്റ് ഇപ്പോൾ ഒരുപക്ഷെ ഗ്യാപ്പ് അപ്പൊക്കെ ആയിട്ട് ഇതിന് മേളിലോട്ടാണ് എടുക്കുന്നതെങ്കിൽ മേലത്തെ 1 അവർ ഓർഡർ ബ്ലോക്ക് വരച്ചിട്ടേക്കുന്നുണ്ടല്ലോ, അവിടുന്ന് മാർക്കറ്റ് താഴേക്ക് റിവേഴ്സ് വരാം. ഇനി ഞാൻ എടുക്കുന്ന എന്തെങ്കിലും ടാർഗറ്റുകൾ ഇവിടം വരെ വരുമ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ
എൻ്റെ 10 ലോട്ട് ക്വാണ്ടിറ്റിയിൽ നിന്നും ഞാൻ ഒരു 5 ലോട്ടിനെ ഞാൻ എക്സിറ്റ് ആവും. എക്സിറ്റ് ആയിട്ട് ബാക്കി സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടുള്ള അടുത്ത ഓപ്ഷനിലേക്ക് ഞാൻ നോക്കും. സെക്കൻഡ് ടാർഗറ്റ് എവിടെ എനിക്ക് എക്സിറ്റ് ആവാമെന്ന്. ഇത് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ആയിരുന്നു ഈ ഭാഗം. ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റിൽ ഞാൻ അതിന്റെ പകുതി അല്ലെങ്കിൽ 75% ചിലപ്പോൾ ഞാൻ എക്സിറ്റ് ആവും അന്നത്തെ ലോജിക്ക് അനുസരിച്ച്. പിന്നെ എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് പറയുമ്പോൾ ഏകദേശം എന്താണ് ഈ ഒരു ബ്ലോക്ക്. അതായത് ഈ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അത് വോയിഡ് ആണ്. ഒരു ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് അടുത്ത ദിവസവും ഗ്യാപ്പ് അപ്പ് തരുമ്പോഴത്തേക്ക് ഇത് രണ്ട് തമ്മിലുള്ള ഗ്യാപ്പാണ് വോയിഡ്. ഈ ഒരു വോയിഡിലേക്ക് ഞാൻ മാർക്കറ്റിനെ ലക്ഷ്യം വെക്കും. അപ്പൊ എന്റെ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ആ 348 ഇടിയണോ, ഇടിയാതിരിക്കാം. അതൊക്കെ ഓരോ മാർക്കറ്റ് അന്നത്തെ ബിഹേവിയർ ആണ്. 360 പോയിന്റുകളാണ് ടാർഗറ്റ് പറയുന്നത്. നമ്മളെ സെക്കൻഡ് എൻട്രി എടുത്ത സ്ഥലത്ത് 368. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു 180 280 പോയിന്റ് അടുപ്പിച്ചൊക്കെ നമുക്ക് ടാർഗറ്റ്. അതും അർദ്ധ മണി കിടന്ന മാർക്കറ്റ് ആണെങ്കിൽ ഇന്ത മണിയിലേക്ക് കയറി പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഡെൽറ്റ വാല്യൂ ഒക്കെ ഗ്രേസ് ആയി 0.6 എന്ന് പറയുന്നത് 100 പോയിന്റിനാണെങ്കിൽ 60 പോയിന്റ് ഉള്ളത് 100 പോയിന്റ് 70 ആവാം, 80 ആവാം. ഈറ്റയും ഡെൽറ്റയും എല്ലാം കൂടെ ഗാമ വാല്യൂ അനുസരിച്ചാണെങ്കിൽ ഇതിനകത്ത് വാല്യൂസ് വ്യത്യാസം വരാം. ഈറ്റയല്ല ഗാമ വാല്യൂ. ഈറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈസ് കുറയുകയാണ് ചെയ്യുന്നത്. ഗാമ വാല്യൂ ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഒരു ബിഹേവിയർ കാണിച്ച് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ എൻ്റെ താഴത്തെ അതിൽ ഞാൻ ചിലപ്പം എൻ്റെ ഫുൾ ക്വാണ്ടിറ്റി എക്സിറ്റ്. ഇനി ഇവിടെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് വരികയാണെങ്കിൽ ഈ 1 അവർ ഓർഡർ ബ്ലോക്കും താണ്ടി മേളിലോട്ട് പോകുകയാണെങ്കിൽ എൻ്റെ സെക്കൻഡ് ടോപ്പിലുള്ള 1 അവർ ഓർഡർ ബ്ലോക്കിൽ ഞാൻ എൻട്രി എടുക്കുകയും ആ എൻട്രിയിൽ നിന്നും എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ആ, ആ, വെള്ളിയാഴ്ചത്തെ പ്രീവിയസ് ക്ലോസ് ചെയ്തുകൊണ്ട് അവിടം വരെ ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. അല്ലെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് തരുന്നതിൻ്റെ അത് നോക്കിയിട്ട് അതിൻ്റെ ലോവസ്റ്റ് റേഞ്ചിന്റെ അവിടം വരെ ഒന്ന് സ്വീപ്പ് ചെയ്യുന്നല്ലോ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എൻ്റെ ഒരു ടാർഗറ്റ് എടുക്കും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്താണ് ഈ ഒരു അവിടുന്ന് വന്നതിന് ശേഷം സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് നേരെ ഇങ്ങ് താഴേക്ക് പോകും. അതായത് നമ്മുടെ ആദ്യത്തെ ഒരു എൻട്രി നമ്മൾ മോഡൽ ഇത് ചെയ്തല്ലോ, അതിന്റെ ആ ഭാഗം വരുമ്പോൾ അതിന്റെ സെക്കൻഡ് ടാർഗറ്റ് ആണ്. ഈ സെക്കൻഡ് ടാർഗറ്റിൽ ഒരു 75% കഴിഞ്ഞ തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ആ ബ്ലൂവിലേക്ക് തന്നെ ഞാൻ ലൊക്കേറ്റ് ചെയ്യും. ഈ ബ്ലൂ വോയിഡ് ബോക്സ് വെച്ചിട്ടായിരിക്കും. അങ്ങനെ അടുത്ത ഫുൾ എൻട്രി ഞാൻ എക്സിറ്റ് ആവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു നാളത്തെ വ്യൂവും ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി. മാർക്കറ്റ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് എടുക്കുവാണെങ്കിൽ ഇങ്ങനെ വരാം. ഇനി ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. മേളത്തെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മേളിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി നേരെ മേളത്തെ 1 അവർ ഓർഡർ ബ്ലോക്കിലേക്ക് പിക്ക് ചെയ്തിട്ട് അവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വരാം. ഈ രണ്ട് ഇതാണ് എൻ്റെ നാളത്തെ ഒരു മാർക്കറ്റ്, വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിനെ മനസ്സിലാക്കി വെച്ചേക്കുന്നത് വെച്ച് ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇനി നാളെ മാർക്കറ്റിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ വ്യൂ മാറാം. ചിലപ്പോൾ ഒരു ഹൈ ഇമ്പാക്ട് ചെയ്ത് അപ്പിലേക്ക് പോയി ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടുവാണെങ്കിൽ അവിടെ ഞാനാണെങ്കിൽ എൻ്റെ ചിലപ്പോൾ അപ്സൈഡിലേക്ക് ഞാൻ ഓർഡർ ബ്ലോക്ക് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് ഞാനാണെങ്കിൽ അവിടെ ട്രേഡ് എടുക്കാം. അതെങ്ങനെയാണ് എൻ്റെ ഒരു ഇത്.